നമസ്കാരം. നമ്മളിന്നിവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. നമ്മൾ ആൾറെഡി ഇലക്ട്രോസ്റ്റാറ്റിക്സിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് പൊട്ടൻഷ്യലും കപ്പാസിറ്റൻസും നമ്മൾ ആൾറെഡി കഴിഞ്ഞു. നമ്മളിനി ഇലക്ട്രോ ഡൈനാമിക്സ് ആണ്, ദാറ്റ് ഈസ് ചാർജസ് ഇൻ മോഷൻ, ദാറ്റ് ഈസ് കറണ്ട് ഇലക്ട്രിസിറ്റി. നമ്മൾ ഇതിനകത്ത് ഫസ്റ്റ് നമുക്ക് വേണ്ടുന്നത് ആദ്യമേ കുറച്ച് സിമ്പിൾ ടേംസ് നമ്മൾ പഠിക്കാം. ഇത് നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് ടേമുകൾ മാത്രം നമ്മൾ ഫസ്റ്റ് പഠിക്കുന്നു. വാട്ട് ഈസ് കറണ്ട്? ഇലക്ട്രിക് കറണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നോർമലി പറയുന്ന ഫ്ലോ ഓഫ് ഇലക്ട്രോൺ ഈസ് കാൾഡ് കറണ്ട് നമ്മൾ നോർമലി പറയും, പക്ഷെ തെറ്റാണ്. അത് നമ്മൾ ചെറിയ ക്ലാസ്സുകൾ പഠിക്കുന്നതാണ്. ഫ്ലോ ഓഫ് ഇലക്ട്രോൺ ഈസ് കാൾഡ് കറണ്ട്. ആക്ച്വലി കറണ്ട് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ്, ദാറ്റ് ഈസ് ചാർജ് ഫ്ലോയിങ് ഇൻ യൂണിറ്റ് ടൈം. റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ് ഈസ് കാൾഡ് കറണ്ട്. കാരണം മൂവ്മെന്റ് ഓഫ് ഇലക്ട്രോൺ ഈസ് റെസ്പോൺസിബിൾ ഫോർ കറണ്ട്. കറണ്ട് ഉണ്ടാകണമെങ്കിൽ ചാർജ് പാർട്ടിക്കിൾ മൂവ് ചെയ്യണം. അതിൻ്റെ റേറ്റ് ഓഫ് ഫ്ലോ, ചാർജ് ഭയങ്കര സ്പീഡിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ കറണ്ട് കൂടുതലായിരിക്കും, ചാർജസ് പതുക്കെ മൂവ് ചെയ്യുകയാണെങ്കിൽ കറണ്ട് കുറവായിരിക്കും. ദാറ്റ് ഈസ് റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ്, ദാറ്റ് ഈസ് ടൈമിനെ കൂടെ ഡിപ്പെൻഡ് ചെയ്യും. ദെയർഫോർ ഇറ്റ്സ് യൂണിറ്റ് ഈസ് ഈക്വൽ ടു കൂളം പെർ സെക്കൻഡ്, അല്ലെങ്കിൽ അതിന് പറയുന്ന പേരാണ് ആംപിയർ. ആംപിയർ ഈസ് യൂണിറ്റ് ഓഫ് കറണ്ട്. നമ്മൾ പറഞ്ഞു ഇഫ് n ഇലക്ട്രോൺസ് ആർ ഫ്ലോയിങ് ത്രൂ എ കണ്ടക്ടർ ഇൻ എ ടൈം ഓഫ് t സെക്കൻഡ്സ്. ഇലക്ട്രോണിന്റെ ചാർജ് നമുക്കറിയാം E ആണ്. ഇഫ് n ഇലക്ട്രോൺസ് ആർ ഫ്ലോയിങ് ത്രൂ എ കണ്ടക്ടർ ഇൻ എ ടൈം ഓഫ് t സെക്കൻഡ്സ്, then current I is equal to total charge NE is flowing in a time of t seconds. Therefore, current I is equal to NE divided by t, Q by t, where Q is equal to NE, where N is the number of electrons flowing in a time of t seconds. ഇതാണ് നമുക്ക് ആക്ച്വലി കറണ്ട്. ദെൻ സെക്കൻഡ് ടൈം എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ടാമത് വേണ്ടുന്ന ടൈം കറണ്ട് ഡെൻസിറ്റി ആണ്. എന്താണ് കറണ്ട് ഡെൻസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ കറണ്ട് ഡെൻസിറ്റി ഈസ് നോർമലി റെപ്രസെന്റഡ് ബൈ J. കറണ്ട് ഡെൻസിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു കണ്ടക്ടർ എടുക്കുകയാണെങ്കിൽ ഈ കണ്ടക്ടറിനകത്തുകൂടി ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്ത് ഇങ്ങനെ പോകും. കറണ്ട് ഫ്ലോയിങ് ത്രൂ യൂണിറ്റ് ഏരിയ, ശരിക്കും പറഞ്ഞാൽ കറണ്ട് ഫ്ലോയിങ് ത്രൂ നോർമൽ ടു ദ യൂണിറ്റ് ഏരിയ. നോർമലി നമ്മൾ പഠിക്കുമ്പോൾ ഒരു കണ്ടക്ടറിനകത്ത് എപ്പോഴും കറണ്ട് ഫ്ലോ ചെയ്യുന്നത് നോർമലിൽ കൂടിയായിരിക്കും. Therefore, current flowing through unit area and normal to the area is called current density. Therefore, current density is equal to current flowing divided by area, current by area. Therefore, current density J is equal to I divided by A, where I is the current flowing normal to the area. ശരിക്കും ഒരു എ കോസ് തീറ്റ എന്നൊക്കെ വരാറുണ്ട്, നമ്മളത് വേണ്ട. തൽക്കാലം നിങ്ങളുടെ സംബന്ധിച്ച് ഇത് മാത്രം. ദാറ്റ് ഈസ് കറണ്ട് ഡെൻസിറ്റി J is equal to I by A and its unit is equal to ampere per meter square. കറണ്ട് ഡെൻസിറ്റിയുടെ യൂണിറ്റ് ആംപിയർ പെർ മീറ്റർ സ്ക്വയർ ആണ്. രണ്ട് ടേം നമ്മൾ പഠിക്കുക. ഇനി നമ്മൾ പറയുന്നത് ഡ്രിഫ്റ്റ് വെലോസിറ്റി. എന്താണ് ഈ ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡ്രിഫ്റ്റ് എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ ഓർക്കുക, ഡ്രിഫ്റ്റ് എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത് ഇലക്ട്രോൺസ് നോർമലി മൂവ് ചെയ്യുന്ന റാൻഡം മോഷനാണ്. ഇലക്ട്രോൺസ് ആർ ഇൻ റാൻഡം മോഷൻ. ദാറ്റ് ഈസ് നമ്മൾ കണ്ടക്ടർ എടുത്തു കഴിഞ്ഞാൽ ഈ കണ്ടക്ടറിനകത്ത് കണ്ടക്ടർ ആയതുകൊണ്ട് ഇഷ്ടംപോലെ ഫ്രീ ഇലക്ട്രോൺസ് ഇതിനകത്തുണ്ടായിരിക്കും. In the case of an ordinary conductor, a huge number of free electrons are there. And these free electrons are in random motion. Random motion എന്ന് വെച്ചാൽ എന്താ, അവർക്ക് ഇഷ്ടമുള്ള വെലോസിറ്റിയിൽ ഇഷ്ടമുള്ള ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യാം. ഇപ്പൊ ഇവിടെ നിന്നൊരു ഇലക്ട്രോൺ സപ്പോസ് ഇറ്റ് ഈസ് മൂവിംഗ് വിത്ത് എ വെലോസിറ്റി 5 ആണെങ്കിൽ അനദർ ഇലക്ട്രോൺ മൂവിംഗ് വിത്ത് എ വെലോസിറ്റി 2 in this direction. അതുപോലെ ഇവിടെ നിന്നൊരു ഇലക്ട്രോൺ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്നുണ്ടാവും, ദാറ്റ് ഈസ് 1. വേറൊരു ഇലക്ട്രോൺ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്തിട്ടുണ്ടാകും, ദാറ്റ് ഈസ് ഈക്വൽ ടു 5. ആൻഡ് ദീസ് ഇലക്ട്രോൺസ് ആർ ഇൻ റാൻഡം മോഷൻ. ഇവിടെ ഇലക്ട്രോൺസ് എല്ലാം റാൻഡം മോഷനിലാണ്. ഇഷ്ടമുള്ള ഡയറക്ഷൻ ഇഷ്ടമുള്ളിടത്തേക്ക് അവർക്ക് മൂവ് ചെയ്യാം. അതാണ് റാൻഡം മോഷൻ എന്ന് പറയുക. അപ്പൊ നമ്മുടെ ഒരാൾ ചോദിക്കണം, വാട്ട് ഈസ് ദ വെലോസിറ്റി ഓഫ് ദ ഇലക്ട്രോൺ ഇൻസൈഡ് എ കണ്ടക്ടർ എന്ന് ചോദിച്ചാൽ നമുക്കൊരു ആൻസർ പറയാൻ പറ്റില്ല. കാരണം വെലോസിറ്റി ഓഫ് ദ ഇലക്ട്രോൺസ് ആർ ഡിഫറെന്റ്. പക്ഷെ നമ്മൾ ഒരു കാര്യം ഓർക്കുക, ഇൻ ദിസ് കേസ് ഓഫ് ദിസ് റാൻഡം മോഷൻ there is. അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ഇലക്ട്രോൺസ് മൂവ് ചെയ്താൽ കറണ്ട് ഉണ്ടാവും. ഇവിടെ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നുണ്ട്, ബട്ട് ദർ ഇസ് നോ കറണ്ട്. അപ്പൊ അതെന്താ സാറേ ഇവിടെ കറണ്ട് ഇല്ലാത്തത്? ഇലക്ട്രോൺസ് മൂവ് ചെയ്താൽ കറണ്ട് ഉണ്ടാകും, നമ്മൾ കറണ്ട് ഉണ്ടാകണം, പക്ഷെ കണ്ടക്ടർ ആസ് എ ഹോൾ ദർ ഇസ് നോ കറണ്ട്. വൈ? ഇവിടെ ഒരു 10 ഇലക്ട്രോൺസ് റൈറ്റിലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യും. റാൻഡം മോഷൻ നടക്കുമ്പോൾ അങ്ങനെയാണ്. എത്ര ഇലക്ട്രോൺസ് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുന്നു അത്രയും നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, ഇല്ലെങ്കിൽ എന്ത് പറ്റും, ഇലക്ട്രോൺസ് എല്ലാം കൂടെ ഒരിടത്ത് നിന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് പോകും. അപ്പൊ ഇൻ ദ കേസ് ഓഫ് എ കണ്ടക്ടർ the electrons are in random motion and during this random motion there is no net flow of charge. 10 ഇലക്ട്രോൺസ് മോളോട്ട് പോവുകയാണെങ്കിൽ 10 ഇലക്ട്രോൺസ് താഴേക്ക് വരും. ഒരു 50 ഇലക്ട്രോൺസ് ലെഫ്റ്റിലേക്ക് പോവുകയാണെങ്കിൽ അത്രയും നമ്പർ ഓഫ് ഇലക്ട്രോൺസ് റൈറ്റ്. therefore net flow of electron inside the conductor is equal to 0 and so there is no current. ഇതിനകത്ത് കറണ്ട് ഒന്നുമില്ല. നമ്മൾ ഈ സമയത്ത് ഇവിടെ എടുത്തൊരു ബാറ്ററി എടുത്ത് നമ്മൾ കണക്ട് ചെയ്യുകയാണെന്ന് എഴുതാം.
When a battery of potential difference V is connected, at that time this is a positive and this is a negative. ഈ പോസിറ്റീവും നെഗറ്റീവ് ഇങ്ങനെ വരുമ്പോൾ ഇലക്ട്രോൺസ് അവിടെ റാൻഡം മോഷൻ കളഞ്ഞിട്ട് ഓൾ ദീസ് ഇലക്ട്രോൺസ് ആർ മൂവിങ് ഇൻ എ സിംഗിൾ ഡയറക്ഷൻ. എല്ലാ ഇലക്ട്രോൺസും ഇതിന്റെ പോസിറ്റീവിന്റെ ഡയറക്ഷനിലേക്ക് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യും. ഇപ്പോൾ ഇവിടെ എന്തുണ്ടാവും? ദർ ഈസ് എ നെറ്റ് ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടാവും. അതിന്റെ ഫലമായിട്ട് ഇവിടെ ഒരു കറണ്ടും ഉണ്ടാവും. അപ്പോൾ when a battery is connected across the terminals of the across the two ends of the conductor, at that time all these electrons are moving in a single direction. എങ്ങോട്ടേക്ക്? all these electrons are moving towards the positive potential of the battery. ബാറ്ററിയുടെ പോസിറ്റീവ് പൊട്ടൻഷ്യലിലേക്ക് മൂവ് ചെയ്യും. ഇപ്പോഴുണ്ടാകുന്ന ഈ മൂവ്മെന്റിന് നമ്മൾ പറയുന്ന പേരാണ് ഡ്രിഫ്റ്റ് മോഷൻ. കാരണം ഡ്രിഫ്റ്റ്, അപ്പോൾ വാട്ട് ഈസ് ഡ്രിഫ്റ്റ്? The movement of electrons in the presence of an external potential difference. External voltage in the presence. അപ്പോൾ അങ്ങനെ ഒരു വോൾട്ടേജ് കൊടുക്കുമ്പോൾ ഈ കണ്ടക്ടറിന്റെ ലെങ്ത് എല്ലാണെങ്കിൽ there is an electric field. That electric field is equal to V/L. അപ്പോൾ ഈ വോൾട്ടേജിന്റെ പ്രസൻസിൽ അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിന്റെ പ്രസൻസിൽ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് ഡ്രിഫ്റ്റ് മോഷൻ. പക്ഷെ ഇവിടെയും പ്രോബ്ലം ഉണ്ട്. അപ്പോൾ വാട്ട് ഈസ് ഡ്രിഫ്റ്റ് വെലോസിറ്റി വെച്ചാൽ നമ്മൾ എന്ത് പറയും? വെലോസിറ്റി ഓഫ് ദി ഇലക്ട്രോൺ ഇൻസൈഡ് ദ കണ്ടക്ടർ ഇൻ ദ പ്രസൻസ് ഓഫ് ആൻ എക്സ്റ്റേണൽ വോൾട്ടേജ്. അത് തെറ്റാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് ഇഷ്ടംപോലെ ആറ്റങ്ങൾ ഇങ്ങനെ നിൽപ്പുണ്ട്. ഈ ആറ്റങ്ങൾ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്തായിരിക്കും സംഭവിക്കുക? ഈ മൂവ് ചെയ്ത് വരുന്ന ഇലക്ട്രോൺ ഇവിടെ വന്ന് ഇടിക്കും. ഇടിച്ചിട്ട് ഇവിടെ നിന്ന് തെറിച്ച് ഇവിടെ വരുന്നു, ഇങ്ങോട്ട് പോകുന്നു, ഇങ്ങനെ 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 ഇടിച്ചിടിച്ചായിരിക്കുമ്പോൾ അപ്പോൾ ഓരോ കൊളിഷൻ നടക്കുമ്പോഴും എന്ത് സംഭവിക്കും? ദ വെലോസിറ്റി ഓഫ് ദീസ് ഇലക്ട്രോൺസ് ആർ കണ്ടിന്യൂസ്ലി ചേഞ്ചസ്. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഇനിഷ്യലി ഇവന്റെ വെലോസിറ്റി സപ്പോസ് 10 ആണെന്ന് കരുതുക. ഒരു കൊളിഷൻ നടന്നു കഴിയുമ്പോഴത്തേക്ക് ഇവന്റെ വെലോസിറ്റി പെട്ടെന്ന് 8 ആയിട്ട് കുറയും. അത് കഴിഞ്ഞ് വീണ്ടും ഇവൻ ആക്സലറേറ്റ് ചെയ്തതിന്റെ ഫലം വെലോസിറ്റി 9 ആയിട്ട് കൂടും, പിന്നീട് 6 ആയിട്ട് കുറയും. അപ്പൊ അങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് വെലോസിറ്റി ഓഫ് ദി ഇലക്ട്രോൺ ഈസ് കണ്ടിന്യൂസ്ലി ചേഞ്ചിങ് ബിക്കോസ് ഓഫ് ദ കൊളിഷൻ വിത്ത് ദ ആറ്റംസ്. ആറ്റങ്ങളുമായിട്ടുള്ള കൊളിഷൻ കാരണം ഇവന്റെ വെലോസിറ്റി കണ്ടിന്യൂസ് ആയിട്ട് ചേഞ്ച്. അപ്പോൾ വാട്ട് ഈസ് ദ വെലോസിറ്റി ഓഫ് ദി ഇലക്ട്രോൺ ഇൻസൈഡ് ദ കണ്ടക്ടർ എന്ന് ചോദിച്ചാൽ നമുക്കൊരു ആൻസർ ഇല്ല. എന്തുകൊണ്ട് ഇവിടെ നമുക്ക് വെലോസിറ്റി ഓഫ് ദി ഇലക്ട്രോൺ? കാരണം 10 ഉണ്ട്, 6 ഉണ്ട്, 8 ഉണ്ട്, 9 ഉണ്ട്, പല പല വെലോസിറ്റി ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്തെടുക്കേണ്ടി വരും? വാട്ട് ഈസ് ദ വെലോസിറ്റി ഓഫ് ദി ഇലക്ട്രോൺ ഇൻസൈഡ് ദ കണ്ടക്ടർ എന്ന് ചോദിച്ചാൽ നമ്മൾ ഈ വെലോസിറ്റിയുടെ എല്ലാം കൂടി ആവറേജ് എടുക്കേണ്ടത്. അപ്പോൾ വാട്ട് ഈസ് ഡ്രിഫ്റ്റ് വെലോസിറ്റി? ഇറ്റ് ഈസ് a average velocity of electrons inside the conductor in the presence of an external voltage. That is called drift velocity. അപ്പോൾ ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഡെഫിനിഷൻ പഠിച്ചു വെക്കണം. ഡ്രിഫ്റ്റ് വെലോസിറ്റി ഈസ് റെപ്രസെന്റഡ് ബൈ VD എന്ന് എഴുതുന്നതുകൊണ്ട് കുഴപ്പമില്ല. നമ്മൾ ഞാൻ കൊണ്ട് എഴുതുമ്പോൾ ഞാൻ VV എന്ന് എഴുതത്തുള്ളൂ, പക്ഷേ ആക്ച്വലി VD എന്ന് എഴുതാം. V_D. VD is the drift velocity. What is drift velocity? It is the average velocity of electrons inside the conductor in the presence of an external voltage or external electric field in the അല്ലെങ്കിൽ potential voltage in the presence electrons move ചെയ്യുമ്പോൾ അവരുടെ വെലോസിറ്റികളുടെ ആവറേജ് വാല്യൂവിന് നമ്മൾ പറയുന്ന പേരാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. ഇവിടെ ഈ രണ്ട് കൊളിഷനുകൾക്കിടയിൽ എടുക്കുന്ന ടൈമിന് നമ്മൾ പറയുന്ന പേരാണ് റിലാക്സേഷൻ ടൈം അല്ലെങ്കിൽ കൊളിഷൻ ടൈം. ഈ പാത്തിന് നമ്മൾ പറയുന്ന പേരാണ് ഫ്രീ പാത്ത്. അതൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഫ്രീ പാത്ത്, രണ്ട് കൊളിഷനിടയിൽ എടുക്കുന്ന ടൈമിന് പാത്തിന് നമ്മൾ പറയുന്ന പേരാണ് ഫ്രീ പാത്ത്. രണ്ട് കൊളിഷനുകൾക്കിടയിൽ എടുക്കുന്ന ടൈമിന് നമ്മൾ പറയുന്ന പേരാണ് റിലാക്സേഷൻ ടൈം. റിലാക്സേഷൻ ടൈം അല്ലെങ്കിൽ അതിന് പറയുന്ന വേറൊരു പേരാണ് കൊളിഷൻ ടൈം. That is normally represented by tau. Tau എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് നമ്മൾ കൊളിഷൻ ടൈമിനെ റെപ്രസെന്റ് ചെയ്യുക. അപ്പോൾ വാട്ട് ഈസ് കൊളിഷൻ ടൈം? ഇറ്റ് ഈസ് എ ടൈം ടേക്കൺ ഇൻ ബിറ്റ്വീൻ ടു സക്സസീവ് കൊളിഷൻ. വാട്ട് ഈസ് ഫ്രീ പാത്ത്? ഇറ്റ് ഈസ് എ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബിറ്റ്വീൻ ടു സക്സസീവ് കൊളിഷൻ. രണ്ട് കൊളിഷനുകൾക്കിടയിൽ മൂവ് ചെയ്യുന്ന പാത്തിന് നമ്മൾ പറയുന്ന പേരാണ് ഫ്രീ പാത്ത്. അപ്പോൾ വാട്ട് ഈസ് ഡ്രിഫ്റ്റ് വെലോസിറ്റി? ഇറ്റ് ഈസ് ആവറേജ് വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺസ് ഇൻസൈഡ് ദ കണ്ടക്ടർ ഇൻ ദ പ്രസൻസ് ഓഫ് ആൻ എക്സ്റ്റേണൽ വോൾട്ടേജ്. അങ്ങനെ ഈ ഇലക്ട്രോൺസ് എല്ലാവരും ഒരു ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുമ്പോൾ അവിടെ കറണ്ട് ഉണ്ടാവും. എപ്പോഴാണോ ബാറ്ററി നമ്മൾ റിമൂവ് ചെയ്യുക, വീണ്ടും ഇലക്ട്രോൺസ് റാൻഡം മോഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യും. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സ്റ്റാർട്ട് ചെയ്യും. ദർ ഈസ് നോ കറണ്ട്. നമ്മൾ ഇതിനെ അങ്ങോട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് ഇവരെല്ലാവരും കൂടി ഡ്രിഫ്റ്റ് ചെയ്യാൻ തുടങ്ങും. ഡ്രിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് കറണ്ട് ഉണ്ടാവും. അപ്പോൾ ഡ്രിഫ്റ്റ് വെലോസിറ്റിയും കറണ്ടുമായിട്ട് റിലേഷൻ ഉണ്ട്. അപ്പൊ ആദ്യമേ നമ്മൾ ചോദിക്കുന്നത് വാട്ട് ഈസ് ദ ഇക്വേഷൻ ഫോർ ഡ്രിഫ്റ്റ് വെലോസിറ്റി? ഡ്രിഫ്റ്റ് വെലോസിറ്റിക്കുള്ള ഇക്വേഷൻ എന്താണ്?
അപ്പോൾ നമുക്ക് ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ ഇക്വേഷൻ നമുക്ക് പറയാം. അപ്പോൾ ആദ്യമേ നമ്മൾ പഠിച്ചെന്തായിരുന്നു? ഡ്രിഫ്റ്റ് വെലോസിറ്റി. വാട്ട് ഈസ് ഡ്രിഫ്റ്റ് വെലോസിറ്റി? ഇറ്റ് ഈസ് ആവറേജ് വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺസ് ഇൻസൈഡ് ദ കണ്ടക്ടർ ഇൻ ദ പ്രസൻസ് ഓഫ് ആൻ എക്സ്റ്റേണൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓർ ഇലക്ട്രിക് ഫീൽഡ് ഈസ് കാൾഡ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. ദെൻ വാട്ട് ഈസ് ദ ഇക്വേഷൻ ഫോർ ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊരു കണ്ടക്ടർ എടുത്തു. ഈ കണ്ടക്ടറിനെ നമ്മളൊരു എക്സ്റ്റേണൽ വോൾട്ടേജുമായിട്ട് കണക്ട് ചെയ്തു. കണ്ടക്ടറിന്റെ ലെങ്ത് L, potential difference V, therefore electric field developed between the ends of the conductor is equal to E is equal to V by L. അങ്ങനെ ഇവിടെ ഇരിക്കുന്ന ഒരു ഇലക്ട്രോൺ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഡ്രിഫ്റ്റ് ചെയ്യുന്നു എന്ന് കരുതുക. ഇതിന്റെ ഇനിഷ്യൽ വെലോസിറ്റി U is equal to 0. അവൻ ഇവിടെ നിന്ന് ഇവിടം വരെ മൂവ് ചെയ്തു വന്നു, ഇവനെ ഇടിക്കുന്നു. ഇതിനിടയിൽ എടുക്കുന്ന ടൈമിന് നമ്മൾ പറയുന്ന പേരാണ് കൊളിഷൻ ടൈം ടോ. അപ്പോൾ നമുക്ക് പറയാം, when this potential difference V is applied, the electric field developed between the ends of the conductor E is equal to V by L. Due to this electric field, the force acting on the electron is equal to EE. F is equal to QE. അപ്പോൾ അവന്റെ ആക്സലറേഷൻ എത്രയായിരിക്കും? ആക്സലറേഷൻ A is equal to force divided by mass, that is equal to EE divided by M. അപ്പോൾ ഇവിടെ ഇരുന്ന് ഇലക്ട്രോൺ ഇങ്ങോട്ടേക്ക് ആക്സലറേറ്റ് ചെയ്യുന്നു. ടി സമയം കഴിയുമ്പോൾ ഇവിടെ വന്ന് ഇടിക്കുന്നു. ഇടിക്കുന്ന സമയത്തുള്ള വെലോസിറ്റി V ആണെങ്കിൽ ദാറ്റ് വെലോസിറ്റി V is equal to U plus AT by ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി അല്ല, ഇക്വേഷൻസ് ഓഫ് മോഷൻ. നമ്മൾ വൺ ഡയമെൻഷൻ അത് പഠിക്കുന്ന ഇക്വേഷൻസ് ഓഫ് മോഷൻ V is equal to U plus AT. ഒരു പാർട്ടിക്കിൾ യൂണിഫോം ആയിട്ട് ആക്സലറേറ്റ് ചെയ്യുകയാണ്. ഇവിടെ ആക്സലറേഷൻ A is equal to EE divided by M. Here electric field remains a constant, charge of the particle remains a constant, M of the particle is also remains a constant. E and M എന്ന് പറഞ്ഞ charge of the electron and charge and mass of the electron. E എന്ന് പറഞ്ഞ apply ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ E divided by M എന്ന് പറഞ്ഞ ഒരു കോൺസ്റ്റന്റ്. അങ്ങനെ ഈ ആക്സലറേഷൻ കോൺസ്റ്റന്റ് ആണെങ്കിൽ ഡ്രിഫ്റ്റ് വെലോസിറ്റി V is equal to U plus AT. U 0 ആയത് 0 plus EE divided by M into tau. This is the equation for velocity with which the electron is colliding with the atom. ഇതിന്റെ എല്ലാം കൂടെ ആവറേജ് എടുക്കുമ്പോൾ ഇവിടെ EE divided by M is a constant. ചേഞ്ച് ചെയ്യുന്ന ഒരേ ഒരു ക്വാണ്ടിറ്റി ആര് മാത്രമാണ്? ടോ മാത്രമാണ്. Therefore average velocity or drift velocity VD is equal to EE divided by M into tau mean. അങ്ങനെ tau mean, this is a mean relaxation time. Therefore drift velocity V is equal to EE tau divided by M. Tau എന്ന് എഴുതിയാൽ മതി. Tau is the average relaxation time. Therefore EE tau divided by M, but E is equal to V by L. Therefore it is equal to EV tau divided by ML. This is the equation for drift velocity. അപ്പോൾ ഡ്രിഫ്റ്റ് വെലോസിറ്റി, അപ്പോൾ what is drift velocity? It is the average velocity of electron inside the conductor in the presence of an external potential difference. That is called drift velocity. And equation for the drift velocity V is equal to EE tau divided by M. EE tau divided by M അല്ലെങ്കിൽ EV tau divided by ML. ഓർക്കുക, ഇതെന്ന് പറഞ്ഞ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. എപ്പോഴും അത് ക്യാപിറ്റൽ V തന്നെ ഇടണം. വെലോസിറ്റിയും പൊട്ടൻഷ്യൽ ഡിഫറൻസുമായിട്ട് ഇതായി പോകരുത്, ഒന്നുപോലെ ആയി പോകരുത്. അപ്പോൾ ദിസ് ഈസ് എ ഇക്വേഷൻ ഫോർ ഡ്രിഫ്റ്റ് വെലോസിറ്റി. ദെൻ ഡ്രിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ കറണ്ട് ഉണ്ടാവും. ഇലക്ട്രോൺസ് ഡ്രിഫ്റ്റ് ചെയ്യാന്ന് ഒറ്റ ഡയറക്ഷനിലേക്കാണ് മൂവ് ചെയ്യുക. റാൻഡം മോഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് മൂവ് ചെയ്യും, അവിടെ കറണ്ട് ഉണ്ടാവില്ല. ഡ്രിഫ്റ്റ് മോഷൻ നടക്കുമ്പോൾ ഒറ്റ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യും. അങ്ങനെ ഒറ്റ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യും, ഉറപ്പായിട്ടും അവിടെ എന്തുണ്ടാകണം? കറണ്ട് ഉണ്ടാകണം. ദെൻ വാട്ട് ഈസ് ദ ഇക്വേഷൻ ഫോർ കറണ്ട് ഇൻ ടേംസ് ഓഫ് ഡ്രിഫ്റ്റ് വെലോസിറ്റി? കറണ്ട് ഇൻ ടേംസ് ഓഫ് ഡ്രിഫ്റ്റ് വെലോസിറ്റി, അതിന്റെ ഡെറിവേഷൻ ഒക്കെ നിങ്ങളുടെ ബോർഡ് എക്സാമിനേഷൻ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ വാട്ട് ഈസ് ദ ഇക്വേഷൻ ഫോർ കറണ്ട് ഇൻ ടേംസ് ഓഫ് ഡ്രിഫ്റ്റ് വെലോസിറ്റി? ഡ്രിഫ്റ്റ് വെലോസിറ്റി ടൈമിൽ നമുക്ക് എങ്ങനെ കറണ്ടിനുള്ള ഇക്വേഷൻ ഡിറൈവ് ചെയ്യാം? നമുക്ക് പറയാം. കൺസിഡർ എ കണ്ടക്ടർ ഓഫ് ലെങ്ത് L ആൻഡ് ഏരിയ ക്രോസ് സെക്ഷൻ ഈസ് A. ഇവന്റെ കറണ്ട് ലെങ്ത് L ആണ്, ഏരിയ ക്രോസ് സെക്ഷൻ A ആണ്. And number density of electron, number of electrons in unit volume of this conductor is equal to N. ഓർക്കുക, N എന്ന് പറയുന്ന number of electrons per unit volume. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട്, അപ്പൊ അങ്ങനെ നമ്മൾ ഇവിടെ ഒരു ബാറ്ററി എടുത്ത് നമ്മൾ കണക്ട് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു? ഇലക്ട്രോൺസ് ഇവിടെ നിന്ന് ഡ്രിഫ്റ്റ് ചെയ്യും.
Suppose time taken by an electron to drift from here to here is equal to t. ഇവിടെ നിന്നൊരു ഇലക്ട്രോൺ ഇവിടം വരെ വരാനെടുത്ത ടൈം t ആണ്. T. Time taken by an electron to drift from one end of the conductor to the other end is equal to t. അങ്ങനെയാണെങ്കിൽ what is the equation for current എന്ന് നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം. Here, number of electrons per unit volume. ശ്രദ്ധിച്ചോളൂ ഓരോന്ന്. Electrons per unit volume. അതാണ് നമ്മുടെ n എന്ന് പറയുക. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻസൈഡ് ദ കണ്ടക്ടർ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻസൈഡ് ദ കണ്ടക്ടർ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം ഇൻറ്റു ടോട്ടൽ വോളിയം ഓഫ് ദ കണ്ടക്ടർ എ ഇൻറ്റു എൻ. ഇതിനകത്ത് അത്രയും ഇലക്ട്രോൺസ് ഉണ്ട്. ഒരു ഇലക്ട്രോണിന്റെ ചാർജ് ഇ ആണെങ്കിൽ ടോട്ടൽ ചാർജ് ഇൻസൈഡ് ദ കണ്ടക്ടർ എത്ര? ടോട്ടൽ ചാർജ് ഇൻസൈഡ് ദ കണ്ടക്ടർ is equal to Q എന്ന് എടുക്കാം. Q is equal to N into A into L into E. യൂണിറ്റ് വോളിയത്തിലുള്ള നമ്പർ ഓഫ് ഇലക്ട്രോൺസ് n, ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് n into A into L, ടോട്ടൽ ചാർജ് ഇൻസൈഡ് ദ കണ്ടക്ടർ ഈസ് ഈക്വൽ n into A into L into E. ഇവിടെ എന്താ നമ്മൾ പറഞ്ഞിരിക്കുന്നത്? ബാറ്ററി കണക്ട് ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് ഒരു ഇലക്ട്രോൺ ഇവിടെ വരാനെടുത്ത ടൈം t ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? When the electron at this position reaches here means all the electrons in front of this electron crosses through this cross section, passes through this cross section. ഈ ഇലക്ട്രോൺ ഇവിടെ വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം അതിന്റെ ഫ്രണ്ടിലുള്ള എല്ലാ ഇലക്ട്രോൺസും ഇതുവഴി ഇറങ്ങിപ്പോയി. അതായത് ഇതിനകത്തുള്ള ടോട്ടൽ ചാർജും ഇതുവഴി ഇറങ്ങിപ്പോയി. അപ്പൊ ഈ ഇലക്ട്രോൺ ഏറ്റവും ബാക്കിൽ നിൽക്കുന്ന ഇലക്ട്രോൺ ഇവിടെ എത്താനെടുത്ത ടൈം t ആണ്. ഡ്യൂറിങ് ദിസ് ടൈം total charge inside the conductor passes through this cross section. Therefore, current I is equal to Q by T. What is the value of Q? That is equal to N A L E divided by T. What is L by T? Distance traveled by time taken is called velocity. Therefore, this is equal to N A V E. This is the equation for current in terms of drift velocity. Drift velocity table current എന്നുള്ള equation current I is equal to NAVE. അപ്പോൾ consider a conductor of length L, area cross section and having number of electrons per unit volume is N. When it is connected across a battery, electrons drift from one end to the other. If time taken by an electron to move from one end to the other is equal to t, means during this time total charge inside the conductor passes through this cross section. Here total number of electrons per unit volume is n. Total number of electrons inside the conductor is equal to n into A into L. Total charge inside the conductor is equal to n into A into L into E. And current, therefore current I is equal to Q by T. That is, it is equal to NALE divided by T. Here L by T is equal to velocity, that is called drift velocity. Therefore current I is equal to NAVE. Therefore current density J is equal to I by A. That is equal to NVE. This is the equation for current and current density in terms of. അപ്പോൾ നമ്മൾ ആ പഠിക്കുന്ന ഒരു ഓർഡർ വന്നല്ലോ. കറണ്ട് എന്താണ്? റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ്. കറണ്ട് ഡെൻസിറ്റി ഇസ് കറണ്ട് ഫ്ലോയിങ് ത്രൂ യൂണിറ്റ് ഏരിയ. അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞു ഓർഡിനറി വെലോസിറ്റി. ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്താണ്? ആ ഡ്രിഫ്റ്റ് വെലോസിറ്റിക്കുള്ള ഇക്വേഷൻ എന്താണ്? ആ ഡ്രിഫ്റ്റ് വെലോസിറ്റി ഉണ്ടാകുമ്പോൾ കറണ്ട് ഉണ്ടാകും. വാട്ട് ഈസ് ഇക്വേഷൻ ഫോർ കറണ്ട്? കറണ്ട് I is equal to NAV. ഇത്രയുമാണ് നമ്മുടെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് നമ്മൾ മനസ്സിലാക്കി. കറണ്ട് ഡെൻസിറ്റി നമ്മൾ ഇൻട്രൊഡക്ഷൻ ആയിട്ട് മനസ്സിലാക്കി വെക്കേണ്ടത് ഇത്രയും ടോപ്പിക്കുകളാണ്. ഇതിൻ്റെ എല്ലാ ഇക്വേഷൻസും നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഇനിയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ കറണ്ട് ഡെൻസിറ്റിയുടെ മെയിൻ സ്ട്രീമിലേക്ക് നമ്മൾ കിടക്കുക. ഓംസ് ലോ. എന്താണ് ഓംസ് ലോ എന്ന് വെച്ചാൽ, ഓംസ് ലോ പറയുന്ന വേറൊന്നുമില്ല. ഓംസ് ലോ പറയുന്നതിന് മുമ്പ് നമ്മൾ ഒരു കാര്യം കൂടി നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുന്നതാണ് മൊബിലിറ്റി. എന്താണ് മൊബിലിറ്റി? മൊബിലിറ്റി മീൻസ് എബിലിറ്റി ടു മൂവ് ചെയ്യാനുള്ള കഴിവിന് നമ്മൾ പറയുന്ന പേരാണ് മൊബിലിറ്റി. ഇവിടെ നമ്മൾ ഡ്രിഫ്റ്റ് ചെയ്യുന്നത് എപ്പോഴാണ്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്യുന്ന സമയത്താണ് ഇലക്ട്രോൺസ് ഡ്രിഫ്റ്റ് ചെയ്യുക. പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ എന്തുണ്ടാവും? ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. ഇലക്ട്രിക് ഫീൽഡ് ആണ് ഇലക്ട്രോൺസിനെ ഡ്രിഫ്റ്റ് ചെയ്യിക്കുക. നമ്മൾ പറഞ്ഞു ഡ്രിഫ്റ്റ് വെലോസിറ്റി V is equal to E tau divided by M. ഇവിടെ ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇ ആണ്. ഡ്രിഫ്റ്റ് വെലോസിറ്റി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഡ്രിഫ്റ്റ് വെലോസിറ്റി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി.
or drift velocity v is equal to some constant a into e. That constant mu is equal to drift velocity divided by e. That is called mobility. അതിന് നമ്മൾ പറയുന്ന പേരാണ് mobility. Mobility is equal to drift velocity by electric field density. അതിന്റെ ആൻസർ എന്താണെന്ന് നിങ്ങൾക്ക് അതിനകത്ത് തന്നെ അറിയാം. That is equal to v by e is equal to e tau divided by m. ഇതിന് നമ്മൾ പറയുന്ന പേരാണ് mobility. Mobility means it is the ability of the electrons to move. Electrons move ചെയ്യാനുള്ള കഴിവിന് നമ്മൾ പറയുന്ന പേരാണ് mobility. ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാം. ശരി, നമുക്ക് ഇതിനകത്ത് അടുത്ത നമുക്ക് ടേമിനകത്തേക്ക് പോവാം. That is it is Ohm's law. എന്താണ് ഓംസ് ലോ പറയുന്നത്? നമ്മൾ ഓംസ് ലോ ഒക്കെ ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഒരു കണ്ടക്ടർ ഇവിടെ ഇരിക്കുമ്പോൾ ഇതിനകത്ത് കറണ്ട് ഇല്ല എന്ന് പറഞ്ഞു. ബാറ്ററി എടുത്ത് നമ്മൾ കണക്ട് ചെയ്യുന്ന സമയത്ത് ഇതിനകത്തൂടി കറണ്ട് ഫ്ലോ ചെയ്യുന്നു. ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നതിന് ഓപ്പോസിറ്റ് ആണ് കറണ്ടിന്റെ ഡയറക്ഷൻ. പോസിറ്റീവ് ചാർജ് മൂവ് ചെയ്യുന്ന അതേ ഡയറക്ഷൻ. അപ്പോൾ ദ ഡയറക്ഷൻ ഓഫ് കറണ്ട് ഈസ് ഇൻ ദ സെയിം ഡയറക്ഷൻ ആസ് ദാറ്റ് ഓഫ് മൂവ്മെന്റ് ഓഫ് പോസിറ്റീവ് ചാർജ്. And the direction of current is in the opposite direction of motion of electrons. Electrons move ചെയ്യുന്ന എങ്ങോട്ടേക്കാണ്? അതിന് ഓപ്പോസിറ്റ് ആണ് കറണ്ടിന്റെ ഡയറക്ഷൻ. അപ്പൊ നമുക്കിവിടെ ഈ ബാറ്ററി എടുത്ത് നമ്മൾ കണക്ട് ചെയ്തപ്പോൾ ഇതിനകത്തൂടി കറണ്ട് ഫ്ലോ ചെയ്ത് തുടങ്ങി. അപ്പൊ കറണ്ട് ഫ്ലോ ചെയ്യാൻ കാരണം ആരാണ്? അത് തന്നെയാണ് ഓംസ് ലോ. Current flowing through a conductor is directly proportional to the potential difference applied. Current flowing through a conductor is directly proportional to the potential difference applied. പക്ഷെ നമ്മൾ എഴുതുമ്പോൾ V is directly proportional to I, or V is equal to some constant A into I. That constant R is equal to V divided by I. That is called resistance. പക്ഷെ ഇത് നമ്മൾ ഈ സ്റ്റേറ്റ്മെന്റ് കണ്ടിട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കറണ്ട് എന്ന് പറയുന്നത് തെറ്റാണ്. അപ്പൊ ശരിക്കും വാട്ട് ഈസ് ഓംസ് ലോ? The current flowing through a conductor is directly proportional to the potential difference provided the temperature of the conductor remains a constant. അതുകൂടെ നമ്മൾ ചെയ്യണം. അല്ലാതെ I is directly proportional to V എന്ന് മാത്രം പഠിച്ചാൽ പോരാ. I is directly proportional to V provided the temperature of the conductor remains a constant. ടെമ്പറേച്ചർ മാറുകയാണെങ്കിൽ ഈ കണ്ടീഷൻ മാറും. അപ്പൊ നമ്മൾ വാട്ട് ഈസ് ഓംസ് ലോ? At a constant temperature, current flowing through a conductor is directly proportional to the potential difference applied. എഴുതുമ്പോൾ തിരിച്ചെഴുതുന്നു. That is V is directly proportional to I, or V is equal to R into I. That R is equal to V by I. That is called resistance, and its unit is equal to volt per ampere. ഇതിനെ നമ്മൾ ഒന്നിച്ച് പറയുന്ന പേരാണ് ഓം. യൂണിറ്റ് ഓഫ് റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു ഓം. ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക. ഇവിടെ ഈ ഓംസ് ലോ, ഈ റെസിസ്റ്റൻസിന് നമ്മൾ ഓംസ് ലോ ഒബേ ചെയ്യുന്ന റെസിസ്റ്റൻസിന് നമ്മൾ പറയുന്ന പേരാണ് ഓമിക് റെസിസ്റ്റൻസ്. അല്ലെങ്കിൽ അതിന് പറയുന്ന വേറൊരു പേരാണ് സ്റ്റാറ്റിക് റെസിസ്റ്റൻസ്. അല്ലെങ്കിൽ അതിന് പറയുന്ന വേറൊരു പേരാണ് DC റെസിസ്റ്റൻസ്. ഇതെല്ലാം ഒന്ന് തന്നെയാണ്. എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം. ഓംസ് ലോ പറയുന്ന സമയത്ത് നമ്മൾ കണ്ടീഷൻ എന്താണ്? അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ current flowing through a conductor is directly proportional to potential difference. Means current depends on potential difference. അപ്പോൾ നമ്മളൊരു ഗ്രാഫ് വരയ്ക്കുമ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ ഇവിടെയും കറണ്ടിനെ ഇവിടെയും എടുത്ത് വേണം നമുക്ക് ഗ്രാഫ് വരയ്ക്കാൻ. നിർബന്ധമൊന്നുമില്ല, തിരിച്ചു പോകാം. നോർമലി നമ്മൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ പറയുന്ന കണ്ടീഷൻ എന്താണ്? Independent quantity is always taken along the x-axis and dependent quantity is always taken along the y-axis. Ohm's law ക്കകത്ത് പറയുന്നത് എന്താണ്? At constant temperature, current depends on voltage. അപ്പോൾ വോൾട്ടേജ് ഇൻഡിപെൻഡന്റും കറണ്ട് ഡിപ്പെൻഡന്റുമാണ്. ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഗ്രാഫിന്റെ ഷേപ്പ് ഇങ്ങനെയായിരിക്കണം. കാരണം I is directly proportional to V. ഇതിന്റെ സ്ലോപ്പ് എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? സ്ലോപ്പ് ഈസ് ഈക്വൽ ടു, ഇവന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് y by x, that is equal to current divided by potential difference. V by I എന്ന് പറയുന്ന R ആണ്. അപ്പോൾ I by V എന്ന് പറയുന്നത് എന്തായിരിക്കണം? that is equal to 1 by R. അതായത് R is equal to 1 by സ്ലോപ്പ് ആണ്. സ്ലോപ്പ് കൂടുതലാണെങ്കിൽ റെസിസ്റ്റൻസ് കുറവായിരിക്കും. എപ്പോഴ്? when potential difference is taken along the x axis and current is taken along the y axis. തിരിച്ചാണ് ചിലപ്പോൾ നമ്മൾ ഗ്രാഫ് വരയ്ക്കുന്നതെങ്കിൽ ഇവിടെ നമ്മൾ കറണ്ടും ഇവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസും എടുത്ത് വരച്ചാൽ ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഇവിടെ സ്ലോപ്പ് എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ആയിരിക്കും. മാറിപ്പോകരുത്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് വൈ ആക്സിസിലും കറണ്ട് എക്സ് ആക്സിലും എടുത്തു കഴിഞ്ഞാൽ സ്ലോപ്പ് ഈസ് ഈക്വൽ ടു റെസിസ്റ്റൻസ്. നോക്കിയിരുന്നാൽ മതി. സ്ലോപ്പ് എന്ന് പറയുന്നത് എപ്പോഴും ഇത് ഇവിടെ വോൾട്ടേജ് ആണല്ലോ എടുക്കുക. അപ്പൊ V by I, ഇവിടെ ആണെങ്കിൽ I by V. അത്രയുമേ ഉള്ളൂ വ്യത്യാസം. ഇവിടെ V എടുക്കുന്നു, ഇവിടെ I എടുക്കുന്നു.
സ്ലോപ്പ് ഈസ് ഈക്വൽ I by V. ഇതൊക്കെ നമ്മുടെ ഗ്രാഫിനകത്ത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ള സാധനങ്ങളാണ്. ഇവിടെ എന്താ പ്രശ്നം? ഇത് സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് ആണെങ്കിൽ എവിടെ നോക്കിയാലും സ്ലോപ്പിന്റെ വാല്യൂ ടാൻ തീറ്റ റിമെയിൻസ് എ കോൺസ്റ്റന്റ്, മീൻസ് റെസിസ്റ്റൻസ് റിമെയിൻസ് എ കോൺസ്റ്റന്റ്. അപ്പോൾ ഓംസ് ലോ ഒബേ ചെയ്യുന്ന ഒരു സർക്യൂട്ടിനകത്ത് എവിടെ നോക്കിയാലും റെസിസ്റ്റൻസ് റിമെയിൻസ് എ, അതുകൊണ്ടാണ് അതിനെ സ്റ്റാറ്റിക് റെസിസ്റ്റൻസ് എന്ന് പറയുക. അല്ലെങ്കിൽ DC കോൺസ്റ്റന്റ് റെസിസ്റ്റൻസ് ആയതുകൊണ്ടാണ് എന്ത് പേര് DC റെസിസ്റ്റൻസ്, സ്റ്റാറ്റിക്. ഓംസ് ലോ ഒബേ ചെയ്യാത്തവരുടെ ഗ്രാഫ് എപ്പോഴും VI ഗ്രാഫ് ഇങ്ങനെയൊക്കെ വരും. അതായത് സെമി കണ്ടക്ടേഴ്സിന്റെ ഗ്രാഫ് ഇങ്ങനെയാണ്. ഇതിനെ നമ്മൾ നോൺ ഓമിക് സർക്യൂട്ട് എന്നാണ് പറയുക. ഓംസ് ലോ ഒബേ ചെയ്യില്ല. കാരണം സ്ലോപ്പ് മാറുകയാണെങ്കിൽ റെസിസ്റ്റൻസ് മാറിക്കൊണ്ടേയിരിക്കും. അതിന് എന്ത് പേര് പറയപ്പോ? നോൺ ഓമിക് റെസിസ്റ്റൻസ്, അല്ലെങ്കിൽ ഡൈനാമിക് റെസിസ്റ്റൻസ്, അല്ലെങ്കിൽ AC റെസിസ്റ്റൻസ്. ഇത് മൂന്നും ഒരു സാധനം തന്നെയാണ്. ഓംസ് ലോ ഒബേ ചെയ്യുന്ന റെസിസ്റ്റൻസിന് പറയുന്ന പേരാണ് ഓമിക് റെസിസ്റ്റൻസ്. അതിന് തന്നെ പറയുന്ന പേരാണ് DC. അതിന് തന്നെ പറയുന്ന പേരാണ് സ്റ്റാറ്റിക്. ഓംസ് ലോ ഒബേ ചെയ്യാത്ത നോൺ ഓമിക്, അതിന് പറയുന്ന പേരാണ് AC റെസിസ്റ്റൻസ്. അതിന് പറയുന്ന പേരാണ് ഡൈനാമിക് റെസിസ്റ്റൻസ്. അപ്പൊ ഇത്രയും ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം. അപ്പോൾ വാട്ട് ഈസ് ഓംസ് ലോ? അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ current flowing through a conductor is directly proportional to potential difference at constant temperature. That is, V is directly proportional to I. എന്ന് കരുതി സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓഫ് എ കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കറന്റ് എന്ന് പറയരുത്. V is directly proportional to I. V is equal to some constant into I. That constant R is equal to V by I. That is called resistance, and the unit of resistance is equal to ohm. ഇതിന്റെ റെസിപ്രോക്കലിന് നമ്മൾ പറയുന്ന പേരാണ് കണ്ടക്ടൻസ്. അപ്പോൾ വാട്ട് ഈസ് കണ്ടക്ടൻസ്? കണ്ടക്ടൻസ് ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ്. കപ്പാസിറ്റൻസ് അല്ല, കണ്ടക്ടൻസ് ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഈക്വൽ ടു I ഡിവൈഡഡ് ബൈ V. ആൻഡ് ഇറ്റ്സ് യൂണിറ്റ് ഈസ് ഈക്വൽ ടു 1 by ohm. ഈ 1 by ohമിനെ നമുക്ക് വേണമെങ്കിൽ മോ എന്ന് പറയാം. MHO OHM തിരിച്ചും മോ എന്ന് പറയാം. അപ്പൊ കണ്ടക്ടൻസിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മോയാണ്, അല്ലെങ്കിൽ സീമെൻസ് എന്നും പറയാറുണ്ട്. അത് നമുക്ക് ആവശ്യം തൽക്കാലം നോക്കാം. അപ്പൊ വാട്ട് ഈസ് കണ്ടക്ടൻസ്? റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ് ഈസ് കാൾഡ് കണ്ടക്ടൻസ്. ദാറ്റ് ഈസ് I by V ഈസ് കാൾഡ് കണ്ടക്ടൻസ്, ആൻഡ് ഇറ്റ്സ് യൂണിറ്റ് ഈസ് ഈക്വൽ ടു മോ. ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. കണ്ടക്ടൻസ് എന്ന് പറയുന്നത് C ആണ്. കപ്പാസിറ്റൻസ് എന്ന് വായിച്ച് കളഞ്ഞേക്കരുത്. അപ്പൊ അത്രയും കാര്യങ്ങൾ അറിയാം. അപ്പൊ വാട്ട് ഈസ് ഓംസ് ലോ? അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ കറന്റ് ഫ്ലോയിങ് ത്രൂ എ കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. പിന്നെ ബാക്കി ഗ്രാഫുകൾ കൂടി ഓർത്തിരിക്കാം. IV ഗ്രാഫ് ആണെന്നുണ്ടെങ്കിൽ സ്ലോപ്പ് ഈസ് ഈക്വൽ ടു 1 by റെസിസ്റ്റൻസ്. VI ഗ്രാഫ് ആണെന്നെങ്കിൽ സ്ലോപ്പ് ഈസ് ഈക്വൽ ടു റെസിസ്റ്റൻസ്. അതും മാറിപ്പോകരുത്. ഓക്കെ. അപ്പൊ ഓംസ് ലോ ഒബേ ചെയ്യാത്ത റെസിസ്റ്റൻസുകൾക്ക് നമ്മൾ പറയുന്ന പേരാണ് നോൺ ഓമിക് സർക്യൂട്ട്. അവരുടെ ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കത്തില്ല. ഇനി നമുക്ക് ഈ റെസിസ്റ്റൻസ് ആറ് അല്ലെങ്കിൽ കണ്ടക്ടൻസ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന സാധനം. ഈ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന റെസിസ്റ്റൻസ് എങ്ങനെ നമ്മൾ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കും? ഹൗ വിൽ യു ഫൈൻഡ് ഔട്ട് ദ റെസിസ്റ്റൻസ് ഓഫ് എ? അത് നമുക്ക് പല ടൈപ്പ് റെസിസ്റ്റൻസ് ഉണ്ട്. വയർ ബൗണ്ട് റെസിസ്റ്റൻസ് ഉണ്ട്, കാർബൺ റെസിസ്റ്റൻസ് ഉണ്ട്. ഈ കാർബൺ റെസിസ്റ്റൻസിന്റെ വാല്യൂ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? കളർ കോഡിംഗ് എന്ന് പറയും. എന്താണ് ഈ കളർ കോഡിംഗ്? നമ്മൾ ഈ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന സാധനം ഇങ്ങനെ ഇരിക്കുന്ന വളരെ ചെറിയൊരു സാധനമാണ് റെസിസ്റ്റൻസ്. ഇങ്ങനെ ഇരിക്കും. ഇതിന്റെ കേസിൽ ഇതിനകത്ത് കുറച്ച് കളറുകൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, റിങ്ങുകൾ പോലെ കളർ കൊടുത്തിട്ടുണ്ട്. ആ കളർ നോക്കിയിട്ടാണ് നമ്മൾ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക. അങ്ങനെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്ന മെത്തേഡിന് നമ്മൾ പറയുന്ന പേരാണ് കളർ കോഡിംഗ്. കളർ കോഡിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ ഇച്ചിരി വലുതാക്കി വരയ്ക്കുന്നു. ആ റെസിസ്റ്റൻസിനെ ഇച്ചിരി വലുതാക്കി വരയ്ക്കുന്നു. സിലിണ്ടറിക്കൽ ഷേപ്പിലിരിക്കുക, ഏകദേശം സിലിണ്ടറിക്കൽ ഷേപ്പിലായിരിക്കും ഇവരിയ്ക്കുക. ഇങ്ങനെ ഇരിക്കും. ഇതിനകത്ത് കളറുകൾ കൊടുത്തിട്ടുണ്ടാവും. 4 കളറുകളായിരിക്കും വരിക. അതിനകത്ത് 3 കളറുകൾ ഇങ്ങനെ കൊടുത്തിരിക്കും. അത് കഴിഞ്ഞ് ഒരു കളർ കുറച്ച് താഴേക്ക് മാറ്റി കൊടുത്തിരിക്കും. ഇത് 3 ഈക്വലി സ്പേസ്ഡ് ആയിരിക്കും. അത് കഴിഞ്ഞ് കുറച്ച് താഴോട്ട് മാറ്റി. ഈ കളർ നോക്കിയിട്ട് നമുക്ക് റെസിസ്റ്റൻസ് എത്രയാണെന്ന് പറയാൻ പറ്റും. അതിനൊരിതുണ്ട്, കളറുകളുടെ വാല്യൂസ് ഉണ്ട്. അതിന് നമ്മൾ പറയുന്നത് ഇങ്ങനെയാണ്: ബി ബി റോയ്, ബി ബി റോയ്. ഗ്രേറ്റിന്റെ G, ഗ്രേറ്റ് ബോയ്. ഞാനിതങ്ങ് മായ്ച്ചു കളയും. ഗ്രേറ്റ് ബോയ് has a very good wife. BB Roy,
ഗ്രേറ്റ് ബോയ് ഹാസ് എ വെരി ഗുഡ് വൈഫ്. ഇനി ഞാൻ ഇതെല്ലാം കളയുന്നത് നിങ്ങൾ ഓർത്തിരിക്കുക, ഇതെല്ലാം മൊത്തം എഴുതി വെക്കരുത്. ഇതെല്ലാം ഓരോ കളറുകളെയാണ് റെപ്രസെന്റ് ചെയ്യുക. അപ്പൊ ചോദിക്കും സാറേ കുറെ ബികൾ കിടക്കുന്നുണ്ടല്ലോ, 3 ബി കിടക്കുന്നു, 2 ജി കിടക്കുന്നു, ഇതൊക്കെ എങ്ങനെ അറിയും? അതിന് ഏറ്റവും എളുപ്പമാർഗമുണ്ട്. ടോപ്പ് ആൻഡ് ബോട്ടം എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. അതപ്പോൾ മാറി കിട്ടിയല്ലോ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടോപ്പിലും ബോട്ടവും. ബ്ലാക്കിനോട് അടുത്തുള്ള കളറാണ്, ഏകദേശം അടുത്ത് നിൽക്കുന്ന കളറാണ് ബ്രൗൺ. നല്ല ഡാർക്ക് ബ്രൗൺ കണ്ടാൽ ബ്ലാക്ക് ആണെന്നേ തോന്നും. ഇത് ബ്ലൂ ആണ്. അപ്പോൾ ബികളിലെല്ലാം മാറിക്കഴിഞ്ഞു. ഇനി അടുത്തത് ഇത് കണ്ടാൽ അറിയാം, റെഡ് ആണ്, ഇത് ഓറഞ്ച് ആണ്, ഇത് യെല്ലോ ആണ്, വേറെ അതിനൊന്നും പ്രശ്നമില്ല. പിന്നെ ജി 2 എണ്ണം വരുന്നുണ്ട്. ഇത് ഗ്രീൻ ആണ്, ആദ്യത്തത് ഗ്രീൻ, രണ്ടാമത്തത് ഗ്രേ, പിന്നെ ഇതെന്താണെന്ന് പറയേണ്ട കാര്യമില്ല, വയലറ്റ്. അപ്പൊ ഇത് ഇത്തരമാണ്. ഇതിന്റെ വാല്യൂസ് എങ്ങനെയാണെന്ന് അറിയാമോ? ബിയുടെ വാല്യൂ 0, പിന്നെ ഓർഡറിൽ എഴുതുക 1 2 3 4 5 6 7 8 9. ഇതാണ് ഇവരുടെ വാല്യൂസ്. 1 2 3 4 5 6 8 9 0 എന്ന് എഴുതരുത്, 0 1 2 3 4 5 6 8 9. എന്നിട്ട് ഇത് വെച്ചുകൊണ്ട് നമുക്ക് എന്താണ് കണ്ടുപിടിക്കാൻ പറ്റും? ഇതിന്റെ റെസിസ്റ്റൻസിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇവിടെ ചുമ്മാതെ എഴുതുകയാണ്, ഈ 3 കളറിന്റെ വാല്യൂസ് ഞാൻ എഴുതുകയാണ്, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറയുന്നു. ഫസ്റ്റ് കളർ എന്ന് പറയുന്നത് യെല്ലോ ആണെന്ന് കരുതുക. രണ്ടാമത്തെ കളർ വയലറ്റ് ആണെന്ന് കരുതുക. മൂന്നാമത്തെ കളർ ഓറഞ്ചുമാണെന്ന് കരുതുക. നാലാമത്തെ കളർ ഞാൻ പറയുന്നില്ല, അത് പിന്നെ പറയാം. ഇതിന്റെ റെസിസ്റ്റൻസ് എത്രയായിരിക്കും? യെല്ലോ, വയലറ്റ്, ഓറഞ്ച് ആണെങ്കിൽ അതിന്റെ റെസിസ്റ്റൻസ് എത്രയായിരിക്കും എന്ന് ചോദിച്ചാൽ, ദ റെസിസ്റ്റൻസ് ഓഫ് ദിസ് കാർബൺ റെസിസ്റ്റർ ഈസ് ഈക്വൽ ടു, യെല്ലോ എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ യെല്ലോയുടെ ആദ്യത്തെ ഫസ്റ്റ് കളർ റെപ്രസെന്റ്സ് എ ഫസ്റ്റ് ഡിജിറ്റ് ഓഫ് ദ റെസിസ്റ്റൻസ്. രണ്ടാമത്തെ കളർ വയലറ്റ് ആണ്, വയലറ്റ് കളർ റെപ്രസെന്റ് സെക്കൻഡ് ഡിജിറ്റ്. മൂന്നാമത്തെ കളർ 10ന്റെ പവർ ആണ്, ഇൻറ്റു 10 റൈസ് ടു. മൂന്നാമത്തെ കളർ ഓറഞ്ച്, ഓറഞ്ചിന്റെ വാല്യൂ എത്രയാണ്? 3. അപ്പൊ ബി റോയ് ഗ്രേറ്റ് ബോയ് ഹാസ് എ വെരി ഗുഡ് വൈഫ്. മനസ്സിലാകുന്നല്ലോ. അപ്പൊ ഇതിന്റെ റെസിസ്റ്റൻസ് 47, ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഈക്വൽ ടു 47 കിലോ ഓം. ഇതാണ് അതിന്റെ വാല്യൂ. അപ്പൊ ഫസ്റ്റ് കളർ റെപ്രസെന്റ്സ് എ ഫസ്റ്റ് ഡിജിറ്റ്, സെക്കൻഡ് കളർ റെപ്രസെന്റ് സെക്കൻഡ് ഡിജിറ്റ്, ആൻഡ് തേർഡ് കളർ റെപ്രസെന്റ് തേർഡ് ഡിജിറ്റ് അല്ല, 10ന്റെ പവർ ആണ്. ഒരു എക്സാമ്പിൾ കൂടെ ഞാനൊന്ന് പറഞ്ഞുതരാം, കേട്ടോളുക. ഫസ്റ്റ് കളർ എന്ന് പറയുന്ന ബ്രൗൺ ആണെന്ന് വിചാരിക്കുക. സെക്കൻഡ് കളർ ബ്ലാക്ക് ആണെന്ന് കരുതുക. മൂന്നാമത്തെ കളർ റെഡുമാണെന്ന് ഞാൻ അടുപ്പിച്ചങ്ങ് എഴുതിയതാണ്, റെഡുമാണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ്? R ഈസ് ഈക്വൽ ടു ഫസ്റ്റ് കളർ ബ്രൗൺ 1, സെക്കൻഡ് കളർ ബ്ലാക്ക് 0, ഇൻറ്റു തേർഡ് കളർ, അല്ലെങ്കിൽ വേണ്ട ഞാൻ ഇത് പറയുന്നില്ല, റെഡ് പറയുന്നു. ആദ്യത്തത് റെഡ് പറയുന്നു, വേറൊരു കാര്യത്തിന് കൂടി വേണ്ടിയിട്ടാണ്. റെഡ്, ബ്ലാക്ക്, ബ്രൗൺ എന്ന് ഞാൻ പറയുന്നു. അപ്പൊ റെഡ് എന്ന് പറയുമ്പോൾ ആരാണ്? 2. ബ്ലാക്ക് എന്ന് പറയുമ്പോൾ ആരാണ്? 0, ഇൻറ്റു 10 റൈസ് ടു. മൂന്നാമത്തെ കളർ ബ്രൗൺ ആണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 1. അതിന്റെ അർത്ഥം ദിസ് ഈസ് ഈക്വൽ ടു 200 ഓം റെസിസ്റ്റൻസ് ആണ്. ഇതാണ് അതിന്റെ അർത്ഥം. ഇപ്പൊ നിങ്ങളുടെ മനസ്സിൽ സാറേ നാലാമതൊരു കളർ കിടപ്പുണ്ടോ, അതെന്താ സാർ ഇതുവരെ പറയാത്തത്? അത് ഇതുമായിട്ട് ബന്ധമില്ല. അത് ഗോൾഡ് ആകാം, സിൽവർ ആകാം, നോ കളർ ആകാം, ഒരു റിങ്ങും ഉണ്ടാകാതിരിക്കാം. ഗോൾഡ് ആണെങ്കിൽ അത് 5% ടോളറൻസ്, ഇത് 10% ടോളറൻസ്, ഇത് 20% ടോളറൻസ്. ഇത് ലാസ്റ്റ് കളർ റെപ്രസെന്റ്സ് ടോളറൻസ് ആണ്. എന്താണ് ടോളറൻസ് എന്ന് ഞാൻ പറയാം. എന്താണ് ടോളറൻസ്? ഇതിന്റെ കൂട്ടത്തിൽ നമ്മുടെ ഗോൾഡ് അല്ലെങ്കിൽ സിൽവർ കിടക്കുകയാണെങ്കിൽ നമ്മൾ എന്തെഴുതണമെന്ന് അറിയാമോ? 200 പ്ലസ് ഓർ മൈനസ് 10% എന്ന് എഴുതണം. ഇതാണ് അതിന്റെ അർത്ഥം. അതല്ല ഗോൾഡ് ആണ് കിടക്കുന്നതെങ്കിൽ ഇവിടെ 5 എന്ന് എഴുതണം. കളർ ഒന്നും പറയുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം 20% ടോളറൻസ്. അപ്പൊ നമുക്ക് ഇവിടെ സിൽവർ ആണ് കിടക്കുന്നതെന്ന് വിചാരിക്കുക. സിൽവർ ടോളറൻസ് സിൽവർ ആണെങ്കിൽ ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഈക്വൽ ടു 10%. അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ?
ഇത് 200 ohm റെസിസ്റ്റൻസ് ആണെങ്കിലും അതിൻ്റെ വാല്യൂ ഒരിക്കലും കറക്റ്റ് 200 ആയിരിക്കില്ല. അതിനകത്ത് വേരിയേഷൻ ഉണ്ട്. ആ വേരിയേഷൻ റെപ്രസെന്റ് ചെയ്യുന്നതാണ് ടോളറൻസ്. അതിന്റെ 10% 220 10% എത്ര? 20. അതിന്റെ അർത്ഥം ഇതിന്റെ വാല്യൂ 180 മുതൽ 220 വരെ ചേഞ്ച് ചെയ്യും എന്നാണ് ഇതിന്റെ അർത്ഥം. 10% ടോളറൻസ് മീൻസ് 200ന്റെ 10% 20 ആണ്. 20 കുറയാം, 20 ഇതിനിടയിലുള്ള ഏതെങ്കിലും വാല്യൂ ആയിരിക്കും അതിന്റെ റെസിസ്റ്റൻസ്. അല്ലാതെ ഒരിക്കലും നമുക്ക് എക്സാക്ട് 200 ohm റെസിസ്റ്റൻസ് കിട്ടില്ല. അപ്പൊ 5% ടോളറൻസ് ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ഗോൾഡിന്റെ എന്ന് പറയുമ്പോൾ 5% മീൻസ് 10 ആണ്. 10 ആണ്. 200ന്റെ 5% 10 ആണ്. അതിന്റെ അർത്ഥം ഇതിന്റെ റെസിസ്റ്റൻസ് 190 മുതൽ 210 വരെ ചേഞ്ച് ചെയ്യാം. അതാണ് ടോളറൻസ് എന്ന് പറയുക. മനസ്സിലാകുന്നുണ്ടല്ലോ? അപ്പോൾ ഫസ്റ്റ് കളർ റെപ്രസെൻസ് ഫസ്റ്റ് ഡിജിറ്റ്, സെക്കൻഡ് കളർ റെപ്രസെൻസ് സെക്കൻഡ് ഡിജിറ്റ്. ഇനി ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് മൂന്നാമത്തെ കളർ എന്ന് പറയുന്നത് റെഡ് തന്നെയാണെന്ന് കരുതുക. റെഡ് ആയിരുന്നുവെങ്കിൽ 10⁻². ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഈക്വൽ ടു 2000. അതിനകത്ത് ടോളറൻസ് വരികയാണെങ്കിൽ 200ന്റെ, ഇപ്പൊ 10% വരികയാണെങ്കിൽ 200ന്റെ വ്യത്യാസം 200ന്റെ വ്യത്യാസം ഉണ്ടാവും. അതായത് 1800 മുതൽ 2200 വരെ ചേഞ്ച് ചെയ്യാം എന്നാണ് അതിന്റെ അർത്ഥം. കറക്റ്റ് റെസിസ്റ്റൻസ് കിട്ടണമെങ്കിൽ വേറെ മാർഗം ഉപയോഗിച്ചോണം. ഒരിക്കലും കാർബൺ റെസിസ്റ്റൻസ് വെച്ചുകൊണ്ട് കറക്റ്റ് റെസിസ്റ്റൻസ് നമുക്ക് ഒരിക്കലും കിട്ടത്തില്ല. അത് വേരിയേഷൻ ഇതിനുള്ള ഏതെങ്കിലും ഒരു വാല്യൂ ആയിരിക്കും കിട്ടുക. ഇതാണ് കളർ കോഡിംഗ് എന്ന് പറയുക. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇത്രയും ആകുമ്പോൾ നമ്മുടെ എന്ത് കഴിഞ്ഞു? ഏകദേശം ഒരു ഫസ്റ്റ് പാർട്ട് നമ്മൾ കഴിഞ്ഞു. ഇത്ര ഒരു ബേസിക് ആയിട്ടുള്ള ഐഡിയ നമുക്ക് കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് വെച്ചുകൊണ്ട് റെസിസ്റ്റൻസ് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും അതെല്ലാം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.